ലക്കിടി ശ്രീശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ തികച്ചും കൗതുകകരമായി. തിരഞ്ഞെടുപ്പ് നടത്തിയത് +1 വിദ്യാർത്ഥി സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച്. +1 കമ്പ്യൂട്ടർ സയൻസിലെ അച്ചു സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് പുതിയ അനുഭവമായി. അബിദാസ്, എൽദോ സാബു എന്നീ കുട്ടികളുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയ അച്യുതിന്റെ വോട്ടിംഗ് മെഷീൻ ഇതിനു മുമ്പും വാർത്തയായിട്ടുണ്ട്. വോട്ട് രേഖപ്പെടുത്തലും ഫലപ്രഖ്യാപനവും എല്ലാം വളരെ കൃത്യമായി നടത്താൻ കഴിയുന്ന ഈ സംവിധാനം പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനോട് കിടപിടിക്കുന്നതാണ്. നമുക്കും നമ്മുടെ സ്കൂളിലും അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയതിന്റെ ഭാഗമായിട്ട് പിന്നെ അത് പ്രോത്സാഹിപ്പിക്കാനുണ്ടായത്. അച്യുതിന്റെ ഒപ്പം തന്നെ കൂടെ മുഴുവൻ സപ്പോർട്ടുമായിട്ട് അബിദാസ് C1A അബിദാസും കൂടെ ഉണ്ടായിരുന്നു. അച്യുതിന്റെ കൂടെ ഇതിന്റെ നിർമ്മാണ പ്രക്രിയയിൽ മുഴുവൻ പങ്കാളിയാണ്. ഇവരെ രണ്ടുപേരെയും കൂടെ സഹായിക്കാൻ മുഴുവനായിട്ടും സപ്പോർട്ട് ചെയ്ത മറ്റൊരു വ്യക്തിയാണ്, മറ്റൊരു സ്റ്റുഡന്റ് ആണ് എൽദോ CS1 തന്നെ. ഞാൻ എന്തായാലും അച്യുതിന്റെ ഈ നേതൃത്വത്തില് ആദ്യം തന്നെ അച്യുതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. നിങ്ങളുടെ മുന്നിലേക്ക് അവരെ നിങ്ങളുടെ കയ്യിലെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അച്ചു, ഒപ്പം തന്നെ അബിദാസ്, അതുപോലെ തന്നെ എൽദോ, 3 പേരെയും നമുക്ക് പരിചയപ്പെടാം. അവർക്ക് വേണ്ട ഒരു നല്ലൊരു കയ്യടി. ഇത് നാളെ അസംബ്ലിയിൽ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോ അവരത് ചെയ്തത് ആദ്യം അത് ചെയ്യാം എന്ന് ഏറ്റ ആ ഒരു മനസ്സിന് അല്ലെ, ആ മുന്നോട്ട് വന്നിട്ടുള്ള അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിന് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കും. നല്ലൊരു ബിഗ് ക്ലാസ് കൊടുക്കും. ഈ ഒരു വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കിയതിന്റെ അനുഭവം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ അവരെ ക്ഷണിക്കുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ അനുഭവങ്ങൾ എന്നുള്ളതും ഇതിന്റെ ടെക്നോളജി ഒന്ന് നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാം. നിങ്ങളുടെ ക്ലാസ് റെപ്രസെന്റേറ്റീവ്സിന്റെ പേരിന്റെ മുകളിൽ ഒട്ടിക്കുന്നതാണ്. പിന്നെ ജനറൽ ഇലക്ഷൻ വരുമ്പോഴത് അവരുടെ ഇതിന്റെ കൂടെ ഒട്ടിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ റിസൾട്ട് വളരെ അക്യൂറേറ്റ് ആയിരിക്കും. അത് ഞങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ കിട്ടുന്നതാണ്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.